എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ സ്വാദോടുകൂടി തയ്യാറാക്കി കൊടുക്കാനും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഒരു മധുരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുവാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ല കേട്ടോ. ഇനി നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പഴത്തിന്റെ തോലെല്ലാം ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ആ ഒരു ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പിടിയോളം കാഷ്യൂസ് ഈ ഒരു നെയ്യിലേക്ക് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കാഷ്യൂസ് ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർക്കാം. പഴം ചേർത്ത് നല്ലോണം തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരം ചേർക്കണം. നിങ്ങൾ ഇതിലേക്ക് മധുരം ചേർക്കുമ്പോൾ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ശർക്കര ചേർത്തിട്ടാണ് ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കുന്നത്. ശർക്കര പാനിയായിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് ശർക്കര പാനിയാണ് ചേർക്കുന്നത്. നമ്മുടെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ പഴം ഈ ഒരു ശർക്കരയിലിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വിളയിച്ചെടുക്കാം. ശർക്കരപ്പാനി മുഴുവനും തന്നെ പഴത്തിലേക്കൊന്ന് പിടിച്ച് കിട്ടുന്ന പാകമായിട്ട് എടുക്കണം. അതുവരെ ഒന്ന് വറ്റി വരട്ടെ. ഒന്ന് നല്ലപോലെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത്രയും തന്നെ മതിയാകും. കൂടുതൽ നമ്മൾ വറ്റിച്ചെടുത്താൽ ശർക്കരപ്പാനി കട്ടിയായി മാറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. പാത്രം ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവില് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കര പാനി ഒന്ന് തിളച്ച് വരട്ടെ. ശർക്കര പാനി നല്ലതായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം ചവ്വരി 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് അതിന്റെ സ്റ്റാർച്ച് ഒന്ന് കഴുകി കളഞ്ഞു വെച്ചിരിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചവ്വരി കുതിർത്തിയിട്ട് ഈ ഒരു ശർക്കര പാനിയിലേക്ക് ചേർത്ത് വേവിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് മാറും ഈ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു വിഭവം. ഞാനിപ്പോൾ ഇതിന്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ശർക്കര പാനിയിലേക്ക് ചേർക്കാൻ പോകുന്നതും. ഈ ഒരു ശർക്കര പാനിയിലേക്ക് ഒന്ന് കട്ടകളെല്ലാം ഉടച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര പാനിയിലേക്ക് നേരിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് വെന്ത് വരാനായിട്ട് അല്പം ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ടാണ് ശർക്കര പാനിയിലേക്ക് നമ്മളിവിടെ വേവിച്ച് ഒന്ന് കഴുകിക്കളഞ്ഞിട്ട് ചേർത്തിട്ടുള്ളത്. അങ്ങനെ കട്ടകളെല്ലാം ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് ചവ്വരി നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്നുകൂടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകിയ പാകത്തിലേക്കായി വരണം. അതുവരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുത്ത് ഇതൊന്ന് വറ്റി കുറുകിയ പാകത്തിലേക്ക് ആക്കിയെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ചവ്വരിയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചവ്വരി ഇവിടെ ഞാൻ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ചവ്വരി ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് പാലുകൂടി ചേർത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ ഈ ഒരു വിഭവം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു 3/4 ലിറ്ററോളം നല്ല കട്ടിയുള്ള പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുമാണ് ഞാനിപ്പോൾ ഈ ഒരു പൊടി കലക്കാനായിട്ട് കുറച്ചെടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പാക്കറ്റ് പാൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തിളപ്പിച്ചെടുത്തതിന് ശേഷമായിരിക്കണം കേട്ടോ വെക്കേണ്ടത്. അല്ലെങ്കിൽ പാല് പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. അരിപ്പൊടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് കുറുകി വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് 1 സ്പൂൺ അളവില് ഏലക്കപ്പൊടി ചേർക്കാം. ഞാനിത് പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാലൊന്ന് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലാണ്. പാല് ചേർക്കുമ്പോൾ
ആകുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ടും. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ പാല് നല്ലതുപോലെ തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരിയും പാലും ശർക്കര പാനിയും എല്ലാം ചേർത്ത് നല്ലതുപോലെ കുറുക്കി ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നെയ്യിൽ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴമാണ് ചേർക്കേണ്ടത്. പഴം നമ്മൾ ശർക്കരയിൽ വിളയിച്ച് വെച്ചത് കൊണ്ട് ദാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂസ് കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരം അനക്കാതെ തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽ വാഴക്ക തയ്യാറാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ പാൽ വാഴക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും തയ്യാറാക്കി കഴിക്കണേ. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് നല്ല സ്വാദോടുകൂടി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.